ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ടൂ വീലറുമായി ബന്ധപ്പെട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പുതിയ സബ്സ്ക്രൈബറായിട്ടുള്ള ആളുകൾക്ക് ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും, എന്താണ് എൻ്റെ ചാനലിൽ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ടൂ വീലറും പഠിച്ച് തുടങ്ങുന്ന ആളുകൾക്ക് ചെറിയ ചെറിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഈസി മെത്തേഡാണ് എൻ്റെ ഈ ഒരു വീഡിയോസിൽ, എൻ്റെ ചാനലിലൊക്കെ ഞാൻ അധികവും വീഡിയോ രൂപത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഓരോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ് ഞാൻ അധികവും ചെയ്യാറുള്ളത്. അപ്പം ഇന്നും ഞാൻ അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ കാണുക. അപ്പോൾ എനിക്ക് വന്ന ആ ഒരു കമൻറ്റ് ഇതായിരുന്നു, വളവും അതിനോട് ചേർന്നിട്ട് പൊട്ടിപ്പൊളിഞ്ഞൊരു റോഡും. അങ്ങനെയുള്ള ഘട്ടത്തിൽ നമുക്ക് എങ്ങനെ ഡ്രൈവ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ആ ഒരു കമൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാവുന്നതാണ്. അത് ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മളെ ഹാൻഡിൽ ബാർ ബാലൻസ് കിട്ടാത്തത് കൊണ്ട് ചില ഘട്ടത്തിലൊക്കെ നമുക്ക് ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ പോകുന്ന സമയത്ത് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. വണ്ടി ചെരിഞ്ഞു പോകുന്നതും ഒരു ഭാഗത്തേക്ക് പൊളഞ്ഞു വീഴുന്നതൊക്കെ ആയിട്ട് അതിനോട് ചേർന്നിട്ട് തന്നെ കുന്ന് കയറ്റോ ഇറക്കമോ ഒക്കെ ആകുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും എങ്ങനെ കൺട്രോൾ ചെയ്ത് പോകാമെന്നുള്ള രീതിയിൽ. കുന്ന് ഇറക്കം അത്യാവശ്യം കുഴപ്പമുണ്ടല്ലോ, പക്ഷേ കുന്ന് കയറ്റം വളരെ ബുദ്ധിമുട്ടാണ്. ബൈക്കിലിരിക്കുമ്പോൾ നല്ല ഒരു ഭാഗം ചെരിഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇരിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. നല്ല കറക്റ്റ് നല്ല പൊസിഷനിൽ തന്നെ വണ്ടിയിലിരിക്കുക. ഒരു ഭാഗം ചെരിഞ്ഞ് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അപ്പോൾ വണ്ടീൻ്റെ കൺട്രോൾ പോകും, ഒരു ഭാഗത്ത് ചെരിഞ്ഞു പോകും. ഒന്നാമത് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. രണ്ടാമത് നമ്മൾ ബ്രേക്കിലെപ്പോൾ നമ്മളെ കൈ ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ബാലൻസ് ചെയ്യാന്ന് വെച്ചാൽ ബ്രേക്കിൽ നമ്മളെ കൺട്രോൾ ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ പൊളിഞ്ഞ റോഡിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ പരമാവധി പെട്ടെന്ന് സ്പീഡ് കുറച്ച് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു കല്ലിലൊക്കെ കയറുമ്പോൾ നമ്മൾ കയറാത്തതുപോലെ തോന്നുമ്പോൾ പെട്ടെന്ന് സ്പീഡ് കൂട്ടി കൊടുക്കും. അന്നേരം വണ്ടി ഒരു തെന്നി വീഴുന്നത് പോലെയൊക്കെ ആവും. അത് വളരെ നോർമലായിട്ട് വളരെ സാവധാനം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വളരെ സാവധാനം, വളരെ പതുക്കെ നമ്മൾ പതുക്കെ ഓരോ കുഴിയിലൊക്കെ ഇറങ്ങി പോകുമ്പോൾ വളരെ പതുക്കെ ഇറങ്ങി പോവുക. അതുപോലെ തന്നെ കുറച്ച് സ്പേസൊക്കെ ഉള്ള സ്ഥലം കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വണ്ടി എടുത്തു പോകുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ കാല് കുത്തിയെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം നിങ്ങൾക്കൊരു ബാലൻസ് റെഡിയാകുന്നത് വരെ കുറച്ച് ചെറിയ രീതിയിൽ കാല് കുത്തിയെടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ല, കാല് കുത്താതെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഇളകുന്ന പോലെയൊക്കെ ആയിട്ട് തോന്നും. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കാല് കുത്തേണ്ടതായിട്ടുള്ള ഒരു ഇത് വരുമ്പോൾ വണ്ടി മൊത്തത്തിലൊന്ന് ഇളകും. അന്നേരം വണ്ടി ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആദ്യം തന്നെ നമ്മൾ ചെറുതായിട്ട് കാല് നിലത്ത് കുത്തിയില്ല എന്നുള്ള രീതിയിൽ വെച്ച് ഡ്രൈവ് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോകുന്ന റോഡിൻ്റെ ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന പോലെ റോഡിൻ്റെ നടുക്ക് ഒരു പൊന്തിയ പോലെയൊക്കെ ഉണ്ടാവും. ഒരിക്കലും അതിലേ നമ്മൾ വണ്ടി കയറ്റി ഡ്രൈവ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെ ഇടതുവശത്ത് തന്നെ ഈ ഒരു ചെറിയൊരു നല്ല നിരപ്പായ റോഡൊക്കെ കാണാം. അങ്ങനെയുള്ള ഗ്യാപ്പിലൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ കുന്ന് കയറ്റം ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് സ്പീഡെടുത്ത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. നമ്മളൊരു കാല് കുത്തി വളരെ സാവധാനം ആക്സിലേറ്റർ കൊടുത്ത് ഡ്രൈവ് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇതേപോലെയുള്ള റോഡിലൊക്കെ കുറച്ച് ഹാൻഡിൽ ബാർ കുറച്ച് പവറോട് പിടിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. സിമ്പിളായി പിടിക്കുമ്പോൾ വണ്ടി പൊളഞ്ഞു പോകും. അപ്പോൾ നമുക്ക് കൺട്രോൾ കിട്ടാത്തൊരവസ്ഥയായിരിക്കും. കുറച്ച് പവർ കൊടുത്ത് ഹാൻഡിൽ ബാർ പിടിക്കുന്നത് കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്കൊരു കൺട്രോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും സ്പീഡ് കൂട്ടി ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. ഒരു ആവറേജ് സ്പീഡ് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും വണ്ടി നമ്മളെ കൺട്രോളിൽ കിട്ടുക. നേരെ സ്പീഡ് എടുത്ത് പോകുമ്പോൾ ചില കല്ലുകളൊക്കെ പൊന്തിയൊക്കെ ഉണ്ടാവും. സിമ്പിളായിട്ട് ആ കല്ലിന് കയറുമ്പോൾ അതൊന്ന് നീങ്ങും. അപ്പോൾ വണ്ടി ഒന്ന് തെന്നും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുഴിയിലൊക്കെ ഇറങ്ങി പോകുന്ന സമയത്ത് വളരെ സാവധാനം ആ ഒരു വണ്ടി ആ ഒരു സ്പീഡിൽ തന്നെ ആ ഒരു കുഴി കയറി ഇറങ്ങുന്ന ഒരു രീതിയിലാണെങ്കിൽ, ചില ഘട്ടത്തിലൊക്കെ സ്ലോ ആയി പോകുന്ന പോലെ തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുക്കരുത്. ചെറിയ രീതിയിലൊന്ന് ആക്സിലേറ്റർ കൊടുക്കാനേ ശ്രമിക്കാവൂ. നമ്മൾ സ്പീഡെടുത്ത് ആക്സിലേറ്റർ കൊടുക്കുമ്പോഴാണ് വണ്ടി പൊളഞ്ഞും ഒരു ബാലൻസ് കിട്ടാതൊക്കെ പോലെയായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള റോഡിൽ 1-2 തവണ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ ഒന്നാമത്തേത് നമ്മളെ ഹാൻഡിൽ ബാർ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള റോഡിൽ, പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഹാൻഡിൽ ബാർ നമുക്ക് അടിപൊളിയായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കാല് കുത്താതെ തന്നെ എടുക്കാനുള്ള ഒരു പ്രാക്ടീസും കൂടി പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെയുള്ള റോഡിലൊക്കെ കുറച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ
അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കാല് കുത്താതെ തന്നെ നിഷ്പ്രയാസം നമുക്ക് ഏത് കുഴിയൊക്കെയുള്ള റോഡിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ പോകാൻ സാധിക്കുന്നതാണ്. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ പിന്നെ കയറ്റം പോലെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് കാല് കയറ്റി വെച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട. ഇപ്പോൾ നമ്മൾ കാല് കുറച്ച് കുത്തിയിട്ട് തന്നെ അങ്ങനെയുള്ള റോഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യം തന്നെ ഞാൻ മുന്നേ പറയാൻ വിട്ടുപോയതാണ്, നമ്മളിങ്ങനെയുള്ള റോഡിൽ കാല് കുത്തിയിട്ട് തന്നെ ആദ്യം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കാല് കയറ്റി വെച്ചിട്ട് ആ റോഡിൽ തന്നെ വീണ്ടും ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിഷ്പ്രയാസം ഹാൻഡിൽ ബാർ അതുപോലെ തന്നെ കുഴിയിലൊക്കെ നമുക്ക് അത്യാവശ്യം വലിയ കുഴിയിൽ കൊണ്ടേ വണ്ടി ഇടണമെന്നല്ല, ഈ വണ്ടി കയറി ഇറങ്ങുന്ന രീതിയിലുള്ള കുഴിയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഘട്ടത്തിലൊക്കെ നമുക്ക് ഈ ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ ജെല്ലി പാകിയ ചില റോഡുകളുണ്ട്. റോഡ് പണിയായി ബന്ധപ്പെട്ടിട്ട് ഈ ജെല്ലി പാകുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റോഡിലൊക്കെ പോകാതെ രക്ഷയില്ല. മറ്റു വാഹനങ്ങളൊക്കെ പോകുന്ന കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ മറ്റ് ടൂ വീലറെല്ലാം പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകാനുള്ള സാഹചര്യമാണെങ്കിൽ നമ്മൾ കാല് കുത്തി പോകുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. അങ്ങനെയുള്ള ജെല്ലി പാകിയ നിരപ്പൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് പാകിയ റോഡാണെങ്കിൽ ജെല്ലിയെല്ലാം കുറച്ച് മേലോട്ടൊക്കെ പൊന്തിയിട്ടൊക്കെ ഉണ്ടാകുക. അപ്പോൾ വണ്ടി കയറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി തെന്നിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ള റോഡിൽ കാല് കുത്തിയെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ ഹൈറ്റ് കുറഞ്ഞ ആളുകൾ ഇതുപോലെയുള്ള കുന്ന് കയറ്റം അതുപോലെ കുഴിയൊക്കെ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഞാനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഹൈറ്റ് കുറഞ്ഞ ഒരാളെ ഇരുത്തിയിട്ട്, ഞാൻ അത്യാവശ്യം നല്ലൊരു ഹൈറ്റുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഹൈറ്റ് കുറഞ്ഞ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അങ്ങനെയുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ അതും കൂടി ഉൾപ്പെടുത്തി ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ഹൈറ്റ് കുറഞ്ഞ ആളുകൾ മിക്കവാറും നല്ല ഹൈറ്റൊക്കെ ഉള്ള ഒരു ഏരിയയിലൊക്കെ വണ്ടി കൊണ്ടേ നിർത്തി കാല് കുത്താൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. എനിക്ക് കമൻറ്റ് വരാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ വളരെ വണ്ടി ചെരിഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട് എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത് കുന്ന് കയറ്റാണ്, അപ്പോൾ കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ കുന്ന് ഇറക്കോ ഇതിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. മറ്റുള്ള സബ്സ്ക്രൈബറായ ആളുകൾക്ക് ചിലപ്പോൾ ഇങ്ങനെയൊരു സംശയം വരാം. കുന്ന് ഇറക്കോ ഇതുപോലെ കുഴിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. വളരെ സാവധാനം ബാക്ക് ബ്രേക്ക് പിടിച്ച് കൺട്രോൾ ചെയ്ത് ഇറക്കേ വേണ്ടൂ. കയറ്റം പോലെ വലിയ സീനില്ല. അപ്പോൾ ചെറിയ രീതിയിൽ അത് നമുക്ക് അങ്ങനെ ഇറക്കി പോകാൻ വേണ്ടു. അതുപോലെ തന്നെ ഈ പൊളിഞ്ഞ റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പെട്ടെന്ന് കാല് കുത്തുന്ന സമയത്ത് നമ്മൾ വണ്ടി നിൽക്കുന്ന ഇടവും അതുപോലെ തന്നെ റോഡിൻ്റെ ആ ഒരു ചെറിയ കുണ്ടൊക്കെയുള്ള ഭാഗം കുറച്ച് താഴ്ത്തായിരിക്കും. അപ്പോൾ നമ്മൾ കാല് നേരെ ആ കുഴി പോലെയുള്ള ഭാഗത്തേക്ക് കാല് കുത്തുന്ന രീതിയിൽ വണ്ടി നിർത്താൻ പാടില്ല. നമ്മളെപ്പോൾ വണ്ടി പോകുന്ന സമയത്ത് നമ്മളെ ഇടത് കാലായാലും വലത് കാലായാലും ഏതെങ്കിലും ഒരു കാല് എപ്പോഴും നമ്മൾ ഈ ഒരു ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏകരകളൊരു ഭാഗം നമ്മൾ റോഡിൽ ഉണ്ടാവണം. നമുക്ക് പെട്ടെന്ന് വണ്ടി സ്ലോ ചെയ്യുമ്പോൾ പെട്ടെന്ന് കാലെടുത്ത് വെക്കേണ്ട ആ രീതിയിലായിരിക്കണം നമ്മൾ റോഡ് നോക്കി ഡ്രൈവ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഈ റോഡിൽ ഞാനിപ്പോൾ പോകുന്ന ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ റോഡിൽ ഈ ഒരു ഭാഗം കുന്ന് അത്യാവശ്യം ചെറിയ രീതിയിൽ താണിട്ടാണ് കാണുന്നത്. അപ്പോൾ റോഡിൻ്റെ ഭാഗം കുറച്ച് ഇരുന്നിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൽ പോകുമ്പോൾ ഞാൻ നേരെ വലതുവശത്താണ് ഇപ്പോൾ ഇറക്കി പോകുമ്പോൾ എനിക്ക് ഇടതുവശത്ത് കാല് വെക്കേണ്ട ആ ഒരു ഗ്യാപ്പ് അവിടെ കിട്ടി. നേരെ മറിച്ച് ഈ ഒരു റോഡ് ആയതുകൊണ്ടാണ്, നേരെ വീതി കൂടിയ റോഡ് അതുപോലെ തന്നെ എതിരെ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ വരുന്ന റോഡാണെങ്കിൽ നമ്മൾ ഒരിക്കലും വലതുവശത്തേക്ക് പോകേണ്ട സാഹചര്യം വരുന്നില്ല. നമ്മൾ ഇടതുവശം ചേർന്ന് തന്നെ പോകണം. ഇപ്പോൾ ഞാൻ പോകുന്ന ഘട്ടത്തിൽ നേരെ ഇപ്പോൾ ഞാൻ കുറച്ച് മുന്നേ കാണിച്ചതുപോലെ ഒരു ഭാഗം ഇറക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തൂടെ തന്നെ നമ്മൾ പോവുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ബാലൻസ് നഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ കുറച്ച് കയറ്റമുള്ള ഭാഗത്ത് നമ്മൾ കാല് കയറ്റി വെച്ച് വണ്ടി നമുക്ക് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കുറഞ്ഞ ആളുകൾക്കും ഇങ്ങനെ ഒരു ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. പെട്ടെന്ന് നമ്മൾ കുഴിയൊക്കെ ഉണ്ടാകുന്ന റോഡിൽ കാല് കുത്തുമ്പോൾ ഏകരം കുറഞ്ഞ കാരണം വണ്ടി ചെരിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ച് ഏകരമുള്ള ഭാഗം നോക്കി നിങ്ങൾ വണ്ടി കൺട്രോൾ ചെയ്ത് നിർത്തുന്ന സമയത്ത് കാല് കുത്തുക എന്നുള്ള രീതിയിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പല സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുറച്ച് കമൻറ്റ് സെലക്ട് ചെയ്തിട്ടായിരിക്കും ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല വീഡിയോസിലും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നത് വരെ ബൈ.